Hi, hello guys, welcome to my channel. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഫുട്ബോൾ പുതുതായി കൊണ്ടുവന്ന അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഗെയിമിൽ മൺഡേ ആഡ് ചെയ്ത ഒലീസിൻ്റെയും നെയ്മറിൻ്റെയും പാക്ക് റിവ്യൂവും മറ്റ് അപ്ഡേറ്റും ആണ് ഇന്ന് നോക്കുന്നത്. ഫസ്റ്റിൽ തന്നെ എനിക്ക് ഒലീസിനെ അടിച്ചായിരുന്നു ഫ്രീ ട്രൈ. ഒലീസിൻ്റെ ഈ ഒരു ഷോർട്ട് ടൈം കാർഡാണ്, സെറ്റ് കാർഡ് തന്നെയാണ്. ആൾക്ക് ബ്ലിറ്റ്സ് കാർഡ് എന്ന് പറയുന്ന സ്കില്ല് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടെ ഫിനിഷിങ് കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. എന്തായാലും കറക്കി നോക്കാം. ഫ്രീ ട്രൈ കിടപ്പുണ്ട്. CMF ആളുടെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നല്ലതാണ്, മികച്ച സെറ്റാണ്, ഗോൾ സെലിബ്രേഷൻ ഒക്കെ നല്ലതാണ്. പിന്നെ വന്നിട്ട് നെയ്മർ മാൽഡിനെ അടങ്ങുന്ന ഈ ഒരു പാക്ക് നാഷണൽ ടൈപ്പ് കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ബെസ്റ്റ് പാക്ക് തന്നെ പറയാം, കാരണം അറ്റാക്കിലും ഡിഫൻസിലും ഒരുപോലെ തന്നെ സെറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എപ്പിക് പ്ലേയേഴ്സാണ് ഈ പാക്കിലുള്ളത്. നെയ്മറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒന്നും പറയില്ല, ആളുടെ സെറ്റ് കാർഡ് തന്നെയാണ് വന്നേക്കുന്നത്. പ്രത്യേകിച്ച് നാഷണൽ ടൈപ്പ് കാർഡ് ആയതുകൊണ്ട് പറയണ്ടല്ലോ. ബെസ്റ്റ് പ്രോഗ്രഷനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആളുടെ പ്ലേയിങ് സ്റ്റൈൽ ഹോൾ പ്ലെയർ ആണ്. മൊമെൻറ്റം ഡ്രിബ്ലിങ്, ആക്സിലറേഷൻ ബെസ്റ്റാണ്, എക്സ്ട്രാ സ്കില്ല്. മാൾഡിനിക്ക് നെയ്മറിനെ പോലെ തന്നെ വിഷ്വൽ സ്റ്റാറ്റ്സും മറ്റും കൊടുത്തിട്ടുണ്ട്. ഡിഫൻസ് സ്ട്രോങ് ആക്കാൻ ഈ കാർഡ് ബെസ്റ്റാണ്. പിന്നെ ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ് പ്ലേയിങ് സ്റ്റൈല്. ഫോർട്രസും ഏരിയൽ ഫോർട്ട് എന്ന് പറയുന്ന രണ്ട് സെറ്റ് സ്കില്ലാണ് മാൾഡിനി കൊടുത്തേക്കുന്നത്. പിന്നെ എന്നിട്ട് ഈ പ്ലേയേഴ്സിൻ്റെ പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്, പോയി നോക്കിക്കോളി. പിന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് റൗണ്ടിനെ കിട്ടിയവർക്കുള്ള പ്രോഗ്രഷനും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നിട്ട് പ്ലെയർ ഓഫ് ദി വീക്ക് ആണ്. പറഞ്ഞ പോലെ തന്നെ കവാർഡ് സ്കില്ലയുടെ കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് സാവി സൈമൺസിൻ്റെ ഈ ഒരു കാർഡ് ഹോൾ പ്ലെയർ ആണ്, പ്ലേയിങ് സ്റ്റൈലായിട്ട് വന്നിട്ടുള്ളത്. സ്റ്റാറ്റ്സ് ഒക്കെ നല്ല അത്യാവശ്യം സെറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ CAF ആഫ്രിക്ക കപ്പിൻ്റെ ഷോർട്ട് ടൈം പാക്കും വന്നിട്ടുണ്ട്. ജെ ലീഗിൻ്റെ എപ്പിക് പാക്കും ടേസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാക്സ് എടുത്തു പറയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. ബാർസയുടെ പാക്ക് എക്സ്പയർ ആയി പോയിട്ടുണ്ട്. എടുത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ടേസ്റ്റ് വന്ന CAF ആഫ്രിക്ക കപ്പ് നേഷൻസിൻ്റെ ഒരു ടൂർണമെൻറ്റ്, ഫ്രീ എപ്പിക് പ്ലെയർ കിട്ടുന്ന ടൂർണമെൻറ്റാണ്. ഈവൻറ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇൽഹാഡ്ജിയുടെ ഒരു എപ്പിക് കാർഡ് നമുക്ക് കിട്ടുന്നതാണ്. ഡബിൾ ബൂസ്റ്റർ കാർഡാണ്. ഗ്രൂപ്പ് സ്റ്റേജ് കഴിഞ്ഞിട്ടേ നോക്കൗട്ട് സ്റ്റേജ് അൺലോക്ക് ആവത്തുള്ളൂ. അതുകൊണ്ട് ഗ്രൂപ്പ് സ്റ്റേജ് ആദ്യം കളിച്ചു തീർക്കാൻ നോക്കുക. ഞാൻ പ്ലെയറിനെ എടുത്തിരുന്നത് ഫൈനലിൽ കളിച്ച്, ഫൈനൽ സെമി ഫൈനൽ എല്ലാം ഉണ്ട്. ടൂർണമെൻറ്റ് ശരിക്കുള്ള ടൂർണമെൻറ്റ് പോലെ തന്നെയാണ്. നമ്മുടെ ഡെയിലി ഗെയിം ബോക്സിൽ മൺഡേ ആഡാക്കിയ ഡെസർട്ട്വൻ്റെ ഷോർട്ട് ടൈം കാർഡ്, ഒക്കാസാക്കിയുടെ ഒരു എപ്പിക് കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയതൊന്നും ഇല്ല, വേറെ കാർഡും എല്ലാം കൊണ്ടുവരായിരുന്നു. പിന്നെ ഡെസർട്ട്വൻ്റെ ഈ ഒരു കാർഡ് ആൾക്ക് പോലീസിനെ പോലെ തന്നെ ബ്ലിറ്റ്സ് കാർഡാണ് കൊടുത്തേക്കുന്നത്. സ്റ്റാറ്റ്സും നല്ല അത്യാവശ്യമുണ്ട്, നല്ല പ്ലെയറാണ്, കിട്ടിയ വർത്താണ്. പിന്നെ ഗെയിമിൽ കുറച്ച് ബൂസ്റ്റേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ ബൂസ്റ്റേഴ്സ് കൊണ്ടുവന്നു, രജിസ്റ്റർ, റീബിൽഡിങ്, ആക്രോസി എന്നുള്ള കുറേ ബൂസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അനലൈസിസ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും.
പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മുടെ ഗെയിം പ്ലേ കമ്പയർ ചെയ്യാനും സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മാച്ചിൻ്റെ ഇടയ്ക്ക് മാനേജർ കുറേ അഡ്വൈസ് തരുന്നത്. അതൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കാൻ. ഫ്രീ എപ്പിക്കായി കിട്ടിയ എൽ ഹാഡ്ജിയുടെ ഈ ഒരു കാർഡാണ് നോക്കാൻ പോകുന്നത്. നല്ല പ്രോഗ്രഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല കാർഡ് തന്നെയാണ്. എല്ലാവരും മിസ് ചെയ്യാതെ എടുക്കാൻ നോക്കുക. ഫ്രീ ആണ്. ഹെഡിങ് സ്കില്ലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൺഡേ ആഡാക്കാൻ പോകുന്ന ഇറ്റാലിയൻ ലീഗ് സെലക്ഷൻ അറ്റാക്കേഴ്സ് എന്ന് പറയുന്ന ഈ 3 പേരുടെ കാർഡ്. റോബർട്ടോ ബാഗിയോ, ജോൺ സെബാസ്റ്റ്യൻ, പിന്നെ ബാറ്റിസ്റ്റുട്ടയുടെ ഈ കാർഡാണ് തിങ്കളാഴ്ച ഗെയിമിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. നല്ല പ്രോഗ്രഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അപ്പോൾ ബൈ ഗായ്സ്. Vanquished, who played more than their part in this competition and did very well to make the final, but it just wasn't